പണ്ട് രണ്ട് ഇഷ്ടിക പോലും വെച്ച് സ്ക്വാട്ട് ചെയ്യാൻ പറ്റാതിരുന്നവനാ ഇപ്പൊ അവൻ സ്വന്തം ബോഡി വെയിറ്റ് തോളത്ത് വെച്ചിട്ടാ സ്ക്വാട്ട് ചെയ്യുന്നത്. കാലൊക്കെ ശരിക്കും വലുതായി. ബൾക്കിംഗ് വിത്ത് ബ്രോ ഡേ 40. വോമ്പെല്ലാം കഴിഞ്ഞിട്ട് ആദ്യമേ ഞാൻ ബാർബൽ സ്ക്വാട്സിലാണ് തുടങ്ങിയത്. ഇതിപ്പോ കുറച്ച് നാളത്തേക്ക് ശേഷമായി ഇവൻ ജിമ്മിൽ വരുന്നത്. ക്ലാസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഇനിയിപ്പോൾ വല്ല 2 ദിവസത്തെ സ്പ്ലിറ്റ് ആക്കി കൊടുക്കേണ്ടി വരും, അപ്പർ ബോഡി ലോവർ ബോഡി. രണ്ടാമത്തെ സെറ്റ് അവൻ ടോട്ടൽ 50 kilograms അടിച്ചു. ലാസ്റ്റ് സെറ്റ് ആയപ്പോഴേക്കും ഞാൻ അവനെ നൈസായിട്ട് സപ്പോർട്ട് ചെയ്ത് ടോട്ടൽ 60 kilograms ഉണ്ടായിരുന്നു. അതിനുശേഷം ഗോബ്ലെറ്റ് സ്ക്വാട്ട് ആണ് കേട്ടോ ചെയ്തത്. അതാദ്യം 10 തുടങ്ങിയത്. പിന്നെ ബാക്കിയുള്ള സെറ്റെല്ലാം അവൻ 20 ചെയ്തത്. കാരണം ഈസി ആയിരുന്നല്ലോ, കുറച്ചുകൂടി ഇരിക്കായിരുന്നല്ലേ അവന്. അതിനുശേഷം ഡംബൽ RDLസാണ് ചെയ്ത്. ആദ്യം എപ്പോഴത്തെ പോലെ 10 ലാസ്റ്റ് സെറ്റ് അവൻ 15 തീർത്ത്. ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ അവൻ അടിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഹാംസ്ട്രിങ്ങിനെ ഹിറ്റ് ചെയ്യാനായിട്ട് മെഷീനിൽ കേൾസാ ചെയ്ത്. ഇതിപ്പോ 10 കിലോ എന്താ ഉള്ളത്, പക്ഷേ ഇവൻ ആദ്യമായിട്ട് എന്തോ ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്നാലും ഇവൻ ലാസ്റ്റ് 30 കിലോ ആയിട്ട് അടിച്ച്. നൈസായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു, എന്നാലും അവൻ അടിച്ചു കേട്ടോ. അതിനുശേഷം കാഫ് റൈസ് ചെയ്തത്. ഇത് ബോഡി വെയിറ്റ് കൊണ്ട് തന്നെ ചെയ്ത്. 40 reps എന്താ ഉണ്ടായിരുന്നു ഒരു സെറ്റ്. കാഫിന് നിലവിൽ തീ പിടിക്കട്ടെ എന്ന് ഓർത്ത്. അതിനുശേഷം ആബ്സ് ഹിറ്റ് ചെയ്യാനായിട്ട് ഹാങ്ങിങ് ലെഗ് റൈസാ ചെയ്ത്. ഞാൻ അവനെ ആടാതിരിക്കാൻ വേണ്ടി ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ. രാവിലെ ദോശയും കിഴങ്ങും 3 ഹോളക്സും കഴിച്ചു. ഉച്ചയ്ക്ക് 2 ഹോളക്സ് കൊണ്ടുള്ള ചോറും സലാഡും കഴിച്ചു. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു ഷെയ്ക്ക് കുടിച്ചു. പിന്നെ വൈകുന്നേരം കുറച്ച് പയറാ കഴിച്ച്. പിന്നെ ഡിന്നറായിട്ട് ഉച്ചക്കത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു. പിന്നെ കിടക്കുന്നതിന് മുന്നേ ഒരു ഷെയ്ക്കും കുടിച്ചു.